പാടില്ല, അതുപോലെ തന്നെ ക്യാമറ എടുക്കാൻ പാടില്ല എന്ന് മഹല്ല് നിഷേധിച്ചിട്ടുള്ള, അത് വേണ്ട എന്ന് വെച്ചിട്ടുള്ള ഒരുപാട് മഹല്ലുകൾ ഇന്നുണ്ട്. പക്ഷേ ഇവർക്ക് വീഡിയോ എടുക്കാനും ഇവർക്ക് അപ്ലോഡ് ചെയ്യാനും വലിയ വലിയ നേതാക്കന്മാർക്ക് ഇവർക്കൊക്കെ ഇതെല്ലാം ചെയ്യാം. ഇതിന് പഴഞ്ചൊല്ലുണ്ട് ഒരു, അതായത് കാരണന്മാർക്ക് എവിടെയും. ആദ്യം പറഞ്ഞ ഈ നഫീസ് ഉമ്മാൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് മണാലിയിൽ പോയാലോ എന്നുള്ള ഒരു ചിന്ത കടന്നു. അത്രയ്ക്കധികം സുന്ദരമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു. അവർ പോയത് ശരിയാണോ പോയത് തെറ്റാണോ എന്നുള്ളതല്ല വിഷയം. ഉസ്താദ് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉസ്താദ് അങ്ങനെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ടൊരു പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞതായിരിക്കാം ഒരു പക്ഷേ. ആ പ്രസംഗം ഒരു ദീനി ചട്ടക്കൂടിൻ്റെ വിഭാഗമായിട്ടാവും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോവാ ഖദീജോവാ ഇതൊക്കെയാണ് ജീവിതം. ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീ അവർ പുറത്തു പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവർ സന്തോഷിക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ പക്ഷം. 25 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവർക്ക് വലിയ മക്കളുണ്ട്, അവരുമായിട്ടൊരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്നില്ല. എന്താണ് തെറ്റ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട് അവർ ഒതുങ്ങിക്കൂടി 22 വർഷമായിട്ട് അവരുടെ മരണകാലം വരെ ജീവിച്ച് ദിക്റും ചൊല്ലിയിരിക്കണമെന്നല്ല, ദിക്റും സ്വലാത്തും എല്ലാം അവർക്ക് വേണ്ടി ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ അവർക്ക് പുറത്തിറങ്ങി ഉല്ലസിക്കാനോ സന്തോഷിക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. ഇസ്ലാം അതിനൊരു ചട്ടക്കൂടുണ്ട്. എല്ലാ വിഷയങ്ങളും ഇസ്ലാമിൻ്റെ ഒരു ഭാഗത്തുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിൻ്റെ നിയമവശങ്ങൾ മാറ്റണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഓരോ കാലഘട്ടത്തിനും ജീവിക്കാനുള്ള സംവിധാന രംഗങ്ങൾ മുന്നക്കൂട്ടി തന്നെ നമ്മുടെ നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള മാതൃക നബി പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കുറച്ചുകൂടി പക്വതയോട് സംസാരിക്കുകയായിരുന്നെങ്കിൽ ഇത്ര വിഷയം ഉണ്ടായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അവരുടെ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പിന്നെ അവർ സന്തോഷിക്കട്ടെന്ന്. അവർ ഭർത്താവില്ല എന്ന് വിചാരിച്ചിട്ട് ഇത്ര കാലം സന്തോഷിക്കാതിരിക്കണമെന്നൊന്നുമില്ലല്ലോ. അവർ സന്തോഷിക്കട്ടെ. അവരുടെ മക്കളുമായിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ ആരെങ്കിലും കൂടെ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ, കുട്ടികളുള്ളപ്പോൾ തന്നെ മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ഇപ്പോൾ അവർ ചെയ്തിട്ടില്ലല്ലോ. അവരുടെ മക്കളായിട്ട് ഒരു ടൂറ് പോയി ഒന്ന് ആർമാദിച്ചു, ഒന്ന് സന്തോഷിച്ചു. അങ്ങനെയുള്ളൊരു ചെറിയ ഫോട്ടോ വൈറലായി. ഈ ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഉസ്താദ്മാർ പറഞ്ഞിട്ടുള്ളൊരു അറിവ് വെച്ച് ഫോട്ടോ എടുക്കാൻ പാടില്ല, ഒരു ചിത്രം പോലും വരയ്ക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വരച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെയൊന്നും കൂടുതൽ അതിക്രമിച്ച് പറഞ്ഞ് കടന്നു പോകുന്നില്ല. ഒരു ചിത്രം വരച്ചാൽ അതിന് ജീവൻ കൊടുക്കാൻ എനിക്ക് കഴിയുമോ എന്ന് വരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര പോലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവർ വിദേശത്ത് പോകാനും, അന്നും നമ്മൾ ഉസ്താദ്മാരോട് തിരിച്ച് ഇങ്ങനെ ഓരോ കുസൃതി പോലെ ചോദിക്കും, ഗൾഫിലേക്കൊക്കെ പോകുന്നവർ ഫോട്ടോ എടുക്കുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞു. ഇന്ന് വീഡിയോകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഉസ്താദന്മാരൊക്കെ ഫേമസ് ആണ്. ഇവർ വീഡിയോ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. ഒരു കല്യാണ വീട്ടിൽ കല്യാണത്തിൻ്റെ ആൽബം ഉണ്ടാക്കാൻ വേണ്ടി ക്യാമറ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പല കമ്മിറ്റികളിലും പല സ്ഥലങ്ങളിലും അത് നിരോധിച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് എനിക്കറിയാം, ഞാനൊരു ഗാനമേള അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രോഗ്രാം വയ്ക്കാൻ പാടില്ല, അതുപോലെ തന്നെ ക്യാമറ എടുക്കാൻ പാടില്ല എന്ന് മഹല്ല് നിഷേധിച്ചിട്ടുള്ള, അത് വേണ്ട എന്ന് വെച്ചിട്ടുള്ള ഒരുപാട് മഹല്ലുകൾ ഇന്നുണ്ട്. പക്ഷേ ഇവർക്ക് വീഡിയോ എടുക്കാനും ഇവർക്ക് അപ്ലോഡ് ചെയ്യാനും വലിയ വലിയ നേതാക്കന്മാർക്ക് ഇവർക്കൊക്കെ ഇതെല്ലാം ചെയ്യാം. ഇതിന് പഴഞ്ചൊല്ലുണ്ട് ഒരു, അതായത് കാരണന്മാർക്ക് എവിടെയും ആവാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ കാലഘട്ടത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ, നമ്മുടെ ഇസ്ലാമിൽ മാറ്റം വരുത്തണമല്ല, കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയും ഇവർ മനസ്സിലാക്കണം. ഇത്തരം പ്രശ്നങ്ങളിലൂടെ ഇവരും വീഡിയോ എടുത്ത് വൈറലാകുന്നു, ഇവരുടെ വീഡിയോ വൈറലാകുന്നു, ഇവരെയും ഫോട്ടോ എടുക്കപ്പെടുന്നു, അതൊക്കെ ചിന്തിക്കണം. അതുപോലെയുള്ള ഒരു ഫോട്ടോയാണ് അവരെടുത്തത്. അതിന് ഇത്രയ്ക്കൊന്നും നിഷേധിക്കേണ്ട ഒരു കാര്യമില്ല. എന്തായാലും അവർ മണലിൽ പോയിട്ട് മഞ്ഞുമലയിൽ ആർത്തുല്ലസിച്ച് തുള്ളിച്ചാടി വന്നതിന് ശേഷം ഒരു ചാനലിന് കൊടുത്ത അഭിമുഖം ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ.
വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ്. മണാലി യാത്രയൊക്കെ കഴിഞ്ഞ് നബീസുമ്മ തിരിച്ചു വന്നിട്ടുണ്ട്. ഉമ്മ എങ്ങനെയുണ്ടായിരുന്നു മണാലി യാത്ര? മണാലി യാത്ര അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പ്രതീക്ഷിക്കില്ല ഞാനിങ്ങനെ മണാലി പോകുമെന്നും ഒരു യാത്ര ചെയ്യുമെന്നും നിങ്ങളൊക്കെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചിന്തിക്കില്ല. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങളെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഒരു സന്തോഷത്തിലാണ് അവർ ആ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ സംസാരിക്കുന്നത്. അവർ സന്തോഷിക്കട്ടെ. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അവർ തെറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥിതിയൊന്നുമല്ല. മറ്റുള്ളവർ സന്തോഷത്തിൽ നമ്മളും കൂടി സന്തോഷിക്കണം. എല്ലാത്തിനെയും വളരെയധികം വിമർശിക്കാനൊക്കെ എളുപ്പമാണ്, വിമർശിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചിന്തിക്കണം മനുഷ്യൻ ആദ്യമായിട്ട്. നമ്മൾ 10 സെന്റ് 2 സെന്റ് വേണ്ടിയിട്ടാണ് വണ്ടിയില്ല. ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം നമ്മള് ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഇനി എന്ത് ചെയ്യും, എല്ലാവരോടും ഞാൻ എന്ത് ചെയ്യും, പിന്നെ എല്ലാവരും ഉഷാറായിന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് നമുക്ക് ഇനി നിങ്ങളും എന്റെ കൂടെ വരണം, അതേപോലത്തെ ഒരു യാത്ര ചെയ്യണം എന്നിട്ട് എല്ലാവരും താല്പര്യം കാണിച്ചിട്ടുണ്ട്. എന്തായാലും 2 സെന്റ് ആയാലും വിറ്റിട്ടെങ്കിലും നമ്മൾ ഇത്തരം യാത്രകളിൽ പങ്കെടുക്കണം എന്നാണ് അവരുടേതായ ഒരു അഭിപ്രായം. കാരണം ഈ കൊറോണയ്ക്ക് ശേഷം ഒരുവിധം ആൾക്കാരൊക്കെ ബഹുജനങ്ങളും ഒരുവിധം യാത്രകളും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളിലൊക്കെയാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കുറേ പൈസ ഉണ്ടായത് കൊണ്ടോ കുറേ സമ്പാദിച്ചു കൊണ്ടൊന്നും ഈ ലോകത്തൊന്നും നേടാനില്ലെന്നും ലോകം എന്താണെന്നും ഈ ഭൂമി എന്താണെന്നും നമ്മൾ പരമാവധി നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം അത് നമ്മൾ അനുഭവിക്കണം. അതിന് ഭൂമിയിലേക്ക് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നമുക്ക് പടച്ചവനെ ഒരു ചാൻസ് തന്നേക്കണം. അത് പരമാവധി പറ്റാവുന്ന രൂപത്തിൽ ഉപയോഗിക്കണം. അല്ലാതെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്ത് ദിക്റും ചൊല്ലണതിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി അവരോട് വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോവാ ഖദീജോവാ ഇതൊക്കെ ജീവിതം എന്നും പറഞ്ഞിട്ട് ഫാത്തിമോനെ വിളിച്ചാലും ഖദീജാനെ വിളിച്ചാലും മണാലിയിലേക്ക് പരമാവധി എല്ലാവരും ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ലോകം കാണാനുള്ള സൗഭാഗ്യമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോകണം. അതിന് പോകാനുള്ള സൗകര്യങ്ങളും സന്ദർഭങ്ങളും ലഭിക്കാൻ പടച്ചവനോട് ദുആ ചെയ്യുക. പരമാവധി പറ്റുന്ന രീതിയിൽ എൻജോയ് ചെയ്യുക. അത് ഇസ്ലാമിന് നിഷിദ്ധമായിട്ടൊന്നും ചെയ്യരുത്. ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്യാതെ സന്തോഷിക്കുക, സമാധാനിക്കുക, മറ്റുള്ളവരെ കുറ്റം പറയാതെ നടക്കുക.